യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതിൻ്റെ അർത്ഥം യേശു ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പലതവണ അസന്നിഗ്ധമായി ഈശോ തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകം മുഴുവൻ പ്രകാശം നൽകുന്നവൻ അത് ഞാൻ മാത്രമാണ്. ചില കെടാവിളക്കുകൾ ചില നേരങ്ങളിൽ തെളിയും, എന്നാൽ അതിൽ കറണ്ട് ഇല്ലാതാകുമ്പോൾ, ബാറ്ററി ഇല്ലാതാകുമ്പോൾ, ചാർജ് ഇല്ലാതാകുമ്പോൾ അത് അന്ധകാരത്തിലേക്ക് പോകും. എന്നാൽ എപ്പോഴും പ്രകാശം നൽകുന്നവനാണ് ഈശോ. നിന്റെ ജീവിതത്തിൻ്റെ പ്രകാശം അത് ഈശോയാണെന്ന് പറയുക. തീർന്നില്ല, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഈശോയുടെ പിറകെ പോകുന്നവൻ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ പവർ കട്ട് ഉണ്ടാകില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അന്ധകാരം ഉണ്ടാകില്ല. എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ പ്രകാശമായിരിക്കും. രാത്രിയുടെ യാമങ്ങളായിക്കൊള്ളട്ടെ, ഇരുള് പോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നോട്ടെ, ഒന്നും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയില്ല. അവൻ്റെ ജീവിതം പ്രകാശമയമായിരിക്കും. ഇതൊരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ്. ആർക്ക് പറയാൻ സാധിക്കും? നമ്മൾ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്? കുറഞ്ഞ പക്ഷം എൻ്റെ വീടിൻ്റെ പ്രകാശമാണ് ഞാനെന്നെങ്കിലും, എൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രകാശമാണ് ഞാനെന്നെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണ് ഞാൻ എന്നെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? ക്രിസ്തു പറയുക, ഞാൻ ലോകം മുഴുവൻ, അത് ചില ആളുകളുടെ മാത്രമല്ല, ചില വ്യക്തികളുടെ മാത്രമല്ല, ചില സമൂഹങ്ങളുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പ്രകാശം അത് ഈശോ മാത്രമാണ്. ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശം. ആമേൻ.